പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് തരുന്ന ഈ സാവകാശം നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഏകദേശം ചില നാളുകൾക്ക് ശേഷം ഒരുമിച്ച് ഓൺലൈനിലൂടെ കാണുവാൻ ദൈവം ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞൊരു വർഷക്കാലം നമ്മൾ ലോക്ക്ഡൌണിന് ശേഷം അനേകം മെസ്സേജുകൾ കേൾക്കുന്നു. ശരാശരി നമ്മളൊരു വേണമെങ്കിൽ പറയാം, ഒരു ദിവസം ഒരു മെസ്സേജ് വെച്ച് കേൾക്കാനുള്ള കണ്ടന്റ്, അല്ലെങ്കിൽ ഒരു ദിവസം 2-3 മെസ്സേജ് വെച്ച് കേൾക്കാനുള്ള കണ്ടന്റ് ഓൺലൈനിലുണ്ട്. മേ ബി മോർ ദാൻ ദാറ്റ്. പലപ്പോഴും എനിക്ക് ഈ നാളുകളിൽ ഫീൽ ചെയ്തൊരു കാര്യം, ഡിസ്റ്റോർഷൻ ഭയങ്കര ഹൈ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അത് എൻ്റെ മെസ്സേജ് ആയാലും ശരി, ആരുടെ മെസ്സേജ് ആയാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പല ആംഗിളിൽ കേൾക്കുമ്പോൾ നമ്മൾ ഫോക്കസ് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട്. എങ്കിലും ഒരു കാര്യം ഇതിലെല്ലാം സംഭവിക്കുമ്പോൾ, നമ്മളൊരു സ്റ്റഡി പോയിന്റിലാണ് ഞാൻ പറഞ്ഞത്, പക്ഷെ ഒരു മെഡിറ്റേഷൻ പോയിന്റിൽ എപ്പോഴും എല്ലാ മെസ്സേജിലൂടെയും ദൈവത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ലഭിക്കാനിടയാവും. അതൊരു ബ്ലെസ്സിങ് ആണ്. കാരണം നാളെ നമ്മുടെ ആണോ എന്ന് അറിയത്തില്ല, ഇന്ന് വൈകുന്നേരവും നമ്മുടെ ആണോ, ഉച്ച നമ്മുടെ ആണോ എന്നറിയില്ല. പക്ഷെ ഈ നിമിഷം നമ്മളായിരിക്കുമ്പോൾ കർത്താവിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ സാഹചര്യങ്ങളും അറിഞ്ഞ് ദൈവം സംസാരിക്കുന്ന ഒരു ദൈവമായതുകൊണ്ട്, God is a dynamic God. Hence, we have hope in Him that God listens to our prayers. നമ്മുടെ പ്രാർത്ഥനകൾ അവൻ കേൾക്കുക. If you honestly seek Him and if you expect something from Him, He's sure to give you. But ask Him through faith. എന്നാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ കർത്താവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം ചെയ്തു. ഇന്ന് അല്പസമയം നമ്മുടെ മുമ്പിൽ ദീർഘമായ ഒരു മെസ്സേജ് നമ്മളാരും താല്പര്യപ്പെടുന്നില്ല. ഞാനും അപ്രകാരം ചെറിയൊരു മെസ്സേജ് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഇന്നത്തെ ദിവസം ഒരു ഗോഡ് എൻറിച്ച്ഡ് ഡേ ആയിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ ഒരുപക്ഷെ ജോലിക്ക് പോകുന്നതിന്റെ ഇടയിലായിരിക്കാം, ഒരുപക്ഷെ വീട്ടിൽ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റി ചെയ്യുന്നതിന്റെ ഇടയിലായിരിക്കാം, ഒരു ഫ്രീ ഡേ ആയിരിക്കാം എന്ന്, ഒരുപക്ഷെ ഒരു ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമായിരിക്കാം. മേ ബി ലെറ്റ് ദാറ്റ് ബ്രേക്ക് ത്രൂ ബി ടുഡേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു മീനിങ് ഉണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഗോഡ് ഇസ് എ ഫെയ്ത്ത്ഫുൾ ഗോഡ്, അതായത് ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് പഠിപ്പിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ദൈവം ഒരു വിശ്വസ്തനായ ഒരു ദൈവമാണ് എന്നുള്ളൊരു വലിയ ആട്രിബ്യൂട്ടാണ്. ദൈവത്തെ ബൈബിള് പരമേൽപ്പിക്കല്ല, ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന, ബൈബിൾ പരമേൽപ്പിക്കല്ല, ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന, ബൈബിള് നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണ് ഒരു വിശ്വസ്തനായ ഒരു ദൈവം. അത് നിങ്ങൾ എന്ത് വിശ്വാസത്തിലായിക്കോട്ടെ, ഇറ്റ് ഡസന്റ് മാറ്റർ. ഗോഡ്, ദൈവം ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ദൈവമാണ് യേശു. എന്ത് കാര്യം നിങ്ങൾ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നാലും, നിങ്ങളുടെ രഹസ്യമായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ പരാജയമായിരിക്കാം, നിങ്ങളുടെ ബഹുജാതികളുടെ ഇടയിൽ നിങ്ങൾ നാണം കെട്ട് പോകുമോ എന്നുള്ള ചിന്തയായിരിക്കാം. ഒരുപക്ഷെ ജീവിതത്തിൽ ഇനി ഒരു പ്രതീക്ഷയുണ്ടോ, എനിക്ക് ഈ ലൈഫിൽ എന്തെങ്കിലും ഇനി പ്രതീക്ഷിക്കാൻ വകയുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരോട് എനിക്ക് പറയാൻ വന്നേ ഉള്ളൂ, വിശ്വസ്തനായ ഒരു ദൈവത്തിന്റെ ശബ്ദമാണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഈ ടെക്സ്റ്റിലൂടെ, ഈ സ്ക്രിപ്ചർ പോർഷനിലൂടെ ദൈവം വിശ്വസ്തനാണ് എന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങൾ. അപ്പം ഞാൻ ഇന്ന് ഉൽപ്പത്തിയിൽ നിന്നാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. യോസേഫ് എന്നുള്ള ഒരു കഥാപാത്രം എന്നെ വളരെ ഇൻസ്പയർ ചെയ്തു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വ്യക്തിയോട് ഫോണിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യത്തെ കുറിച്ച് പെട്ടെന്ന് പരാമർശിക്കുമ്പോൾ ജോസഫിനെ കുറിച്ച് പെട്ടെന്ന് ഓർമ്മ വന്നു. അതൊരു ഭയങ്കര എന്താ പറയാ, ഒരു ഈ സുനാമിയൊക്കെ വരുന്ന പോലൊരു തോട്ട് പ്രോസസ്സിലേക്ക് അത് കടന്നു. ആൻഡ് ദെൻ ഐ ഹാഡ് ടൈം ടു റീഡ് ദ സ്ക്രിപ്ചർ. സോ അതിലൂടെയൊക്കെ കിട്ടുന്ന ചില ഇൻസൈറ്റ്സ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇത്രയും മുഖവരെ ഞാൻ പറയാൻ കാരണം വേറൊന്നുമല്ല, നമ്മള് പലപ്പോഴും എങ്ങനെയാണ് ടെക്സ്റ്റ് അപ്രോച്ച് ചെയ്യുന്നതെന്നുള്ളതിന്റെ ഒരു എന്താ പറയുക, ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ദിസ് ഇസ് വൺ ഓഫ് ദ വേസ് ഇൻ വിച്ച് യു ക്യാൻ അപ്രോച്ച്. ഗോഡ് സ്പീക്സ് ടു യു ആൻഡ് യു ഗെറ്റ് ഇൻ ടു ദ വേർഡ്, ദെൻ യു ലിസൺ, യു ഹാവ് എ മെസ്സേജ്. സോ അതിലൂടെ വന്നേ ഉള്ളൂ. ഗോഡ് ബ്ലെസ് യു. മോസസ് ആണ് ജനസിസ് എഴുതിയത്, അല്ലെങ്കിൽ ഉൽപ്പത്തി എഴുതിയത് മോശയാണ്. ഞാൻ വെറുതെ നോക്കിയപ്പോ മോശ എഴുതിയ ഈ പുസ്തകം ഈ 37-ാം അധ്യായം തൊട്ടാണ്
യഥാർത്ഥത്തിൽ മോശ 50 അധ്യായങ്ങളിലുള്ള ടെക്സ്റ്റാണ്. almost 13 chapters associated with Joseph. The groundbreaking thing is, our text എഴുതുമ്പോൾ 26% of the text, 26 ടെക്സ്റ്റിന്റെ 50 ചാപ്റ്റേഴ്സിൽ 26% ചാപ്റ്റേഴ്സും ഒരു വ്യക്തിയുടെ ആക്ടിവിറ്റിയെ ചൊല്ലിയിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. So there has to be a prominence. But Moses gives Joseph more time in Genesis than anybody else. Even അബ്രഹാമിനെ കുറിച്ച് പറയുന്നതോ, ഈവൻ സൃഷ്ടിയുടെ കാര്യങ്ങൾ വർണ്ണിക്കുന്ന കാര്യങ്ങളായാലും ശരി, അല്ലെങ്കിൽ അതിനുശേഷം പറയുന്ന ഇസഹാക്കിന്റെ കാര്യങ്ങളും യാക്കോബിന്റെ കാര്യമായാൽ പോലും അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ കൊണ്ട് നിർത്തിയിട്ട് യോസേഫിന്റെ കാര്യം ഭയങ്കര ഡീറ്റെയിൽ ചെയ്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറെ എവിടെയും നമ്മളത് കാണുന്നില്ല. അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഒക്കെ പല ഭാഗങ്ങളിൽ പരാമർശങ്ങൾ വരുന്നെങ്കിലും the references to Joseph stays in these chapters and closes it here. വളരെ പെക്യൂലിയർ ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ടെക്സ്റ്റ് ആണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പൊ മോസ്റ്റ് സ്ട്രൈക്കിംഗ് ഇസ് ഡ്യൂ ടു നോൺ മെൻഷൻ ഓഫ് ജോസഫ് ഇൻ Genesis and non-mention of Joseph in the rest of the text. ബാക്കി 66 പുസ്തകങ്ങളിലും ജോസഫിനെ കുറിച്ച് അധികം മെൻഷൻ ചെയ്തിട്ടില്ല. വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സ്റ്റോറിക്ക് ഇത്രയും പ്രോമിനൻസ് മോശയ്ക്ക് തോന്നിയത്? എഴുത്തുകാരന് എന്തുകൊണ്ട് ഈ സ്റ്റോറിക്ക് അല്ലെങ്കിൽ ഈ ഇലിസ്ട്രേഷൻ തോന്നിയത്? മിയർ ഒരു കഥയായതുകൊണ്ടാണ്? നെവർ. അപ്പൊ ദൈവത്തിന്റെ സോവർണിറ്റി, ദൈവത്തിന്റെ ആധിപത്യവും ഹ്യൂമൻ റെസ്പോൺസും കൂടെ ഇന്റർമിങ്കിൾ ചെയ്യുന്ന ഒരു പോയിന്റിലാണ് ഈ ഇലിസ്ട്രേഷനെ വളരെ ജെന്യുവിനും വളരെ സ്ട്രോങ് ആക്കുന്നത്. അതിന്റെ ആ ഒരു ആധാരമായിട്ടൊരു വാക്യം വായിക്കാം. അതിൻ്റെ അകത്ത് ആധാരമായിട്ട് എഴുതിക്കുന്ന ഉൽപ്പത്തി പുസ്തകം അതിന്റെ 50-ാം അധ്യായത്തിന്റെ ഏകദേശം 20-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത്. അതിനകത്ത് ഇങ്ങനെ, യു ഇന്റൻഡഡ് ടു ഹാം മീ. യോസേഫ് തന്റെ സഹോദരന്മാരോട് പറയുന്ന ഒരു കാര്യമാണ്. യു ഇന്റൻഡഡ് ടു ഹാം മീ, but God intended it for the good to accomplish what is being done, the savings of many lives. നിങ്ങൾ ഒരു സഹോദരന്മാർ, നമുക്കറിയാം യോസേഫ് തന്റെ ജീവിതത്തില് താൻ എന്താ പറയുക, ഒരു സ്വപ്നം കണ്ടു, ഒരു ഡ്രീമറാണ്. ആ സ്വപ്നത്തിൽ കറ്റകൾ ഇങ്ങനെ തന്റെ മുമ്പാകെ നമസ്കരിക്കുന്ന പോലെ, തന്റെ കറ്റ മാത്രം എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ കണ്ടു. അങ്ങനെ താൻ തന്റെ സഹോദരങ്ങളോട് അത് പറയുമ്പോൾ സഹോദരങ്ങള് ഭയങ്കര ദേഷ്യം വന്നു. താൻ തന്റെ പിതാവിന്റെ പ്രിയപുത്രനായതുകൊണ്ട്, പിതാവ് തന്നെ അമിതമായി സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും തന്നോടുള്ള വിദ്വേഷം അവരുടെ ഉള്ളിൽ കൂടി. പിന്നീട് ഒരു പ്രാവശ്യം യോസേഫ് പിതാവിന്റെ ഇത് പ്രകാരം തന്റെ സഹോദരന്മാരെ എവിടെയാണെന്ന് തപ്പിപ്പോയ സമയത്ത് അവനെ പ്ലോട്ട് ചെയ്തു എന്ന് പറയുന്നത്, അവനെ മർഡർ ചെയ്യാൻ. പിന്നീട് അവനെ പൊട്ടക്കിണറിൽ ഇട്ടെങ്കിലും പിന്നീട് അവർ നമ്മൾ ഇവനെ കൊല്ലണ്ട, ഇവൻ നമ്മുടെ രക്തമല്ലേ എന്ന് പറഞ്ഞ് അവനെ എന്ത് ചെയ്തു, വിറ്റു. ഇശ്മേൽ കച്ചവടക്കാർക്ക് വിൽക്കുകയും അവിടുന്ന് താന് പോത്തിഫറിന്റെ ഭവനത്തിൽ വിൽക്കപ്പെടാനിടയായി. പോത്തിഫറിന്റെ ജീവിതത്തിൽ താൻ വലിയൊരു അനുഗ്രഹമായിരുന്നു. അവിടെ ചില വാക്കുകളൊക്കെ നമ്മൾ പരാമർശിക്കുന്നുണ്ട്. താൻ മൂലം ദൈവം പോത്തിഫറെ അനുഗ്രഹിച്ചു, താൻ അവിടെ ഉള്ളതുകൊണ്ട് എന്ന് പറയുന്നു. അപ്പൊ യോസേഫ് ഒരു കേഴ്സ്ഡ് ആയിട്ടുള്ള ആളാണ്, അതായത് ശാപമുള്ളവൻ എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം. ഒരു പക്ഷെ തന്റെ സഹോദരന്മാര് തന്നെ തള്ളിക്കളഞ്ഞു, പിന്നെ തന്നെ വിറ്റു കളഞ്ഞു. അവർക്കൊരു ലാഭം കിട്ടത്തക്ക രീതിയിൽ ആദ്യം കൊല്ലാൻ തീരുമാനിച്ചത് നടന്നില്ല, പിന്നെ തന്നെ വിറ്റു. പോത്തിഫർ തന്നെ മേടിക്കാനിടയായി, ഒരു സ്ലേവ് എന്നുള്ള നിലയ്ക്ക്, ഒരു ദാസൻ എന്നുള്ള നിലയ്ക്ക്. എങ്കിലും ദൈവം എന്ത് ചെയ്തു, പോത്തിഫറെ താൻ മൂലം അനുഗ്രഹിക്കാനിടയായി. പക്ഷെ അവിടെ ചില കാര്യങ്ങൾ പോത്തിഫറിന്റെ ഭാര്യ തന്നെ വശീകരിക്കാൻ ശ്രമിക്കുകയും താൻ ദൈവത്തോടുള്ള ആ നിർമ്മലത, ദൈവത്തോടുള്ള വിശ്വസ്തത, ദൈവത്തോടുള്ള ആ പ്യൂരിറ്റി വിത്ത്ഹെൽഡ് ചെയ്യാൻ വേണ്ടി, വിശുദ്ധി, ദൈവത്തോടുള്ള വിശുദ്ധി നിലനിർത്താൻ വേണ്ടി താൻ അവിടെ നിന്ന് മാറി നിൽക്കുകയും തന്നെ ജയിലിലാക്കുകയും ചെയ്തു. അവിടെ താൻ രക്ഷപ്പെടാൻ 1-2 പ്രാവശ്യം ശ്രമിച്ചെങ്കിലും അതൊന്നും സാധിച്ചില്ല. സ്വപ്നം വ്യാഖ്യാനിച്ച് ശ്രമിച്ചെങ്കിലും അവസാനം ദൈവം രാജാവിന് സ്വപ്നം നൽകി. ആ ദേശത്ത് ആർക്കും വ്യാഖ്യാനിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നോട് അവര് അപേക്ഷിച്ചു, ഒന്ന് വ്യാഖ്യാനിച്ചു തരാമോ. താൻ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. ദൈവത്തിന്റെ സഹായത്തോടെ താൻ അവിടുന്ന് ഫ്രീ ആയി, ജയിലിൽ നിന്ന് ഫ്രീ ആയിട്ട് വന്നു. അതിനുശേഷം ആ സ്വപ്നം രാജാവിന്റെ മുമ്പാകെ പറയുകയും പിന്നീട് രാജാവ് തന്നെ ഒരു വിശ്വസ്തനായി കണക്കിലിട്ട് രാജ്യത്തെ രണ്ടാമനാക്കി വാഴുകയും ചെയ്തു. തന്റെ സഹോദരന്മാരുടെ കഷ്ടതയിൽ താൻ സഹായിക്കുകയൊക്കെ നമുക്കറിയാം. ഇറ്റ്സ് എ ഹ്യൂജ് വോള്യൂം ഓഫ് ടെക്സ്റ്റ്. ഒരു സിംഗിൾ ഇൻഡിവിജ്വലില്
13 ചാപ്റ്റേഴ്സ് ഡെഡിക്കേറ്റഡ്ലി പറയുകയാണ്. അപ്പൊ ഇതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ബൈബിൾ തുറന്ന് വായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കാം. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന അതിൻ്റെ അകത്തൊരു സിനോപ്സിസ് അല്ലെങ്കിൽ ഒരു ആകെത്തുകയായിട്ടുള്ള ചില കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ ദൈവം ഇൻസ്പയർ ചെയ്ത അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഇമ്പാക്ട് ചെയ്ത ചില കാര്യങ്ങൾ പറയണം. അപ്പം നിങ്ങൾ എനിക്ക് ദോഷം ആഗ്രഹിച്ചു എങ്കിൽ ദൈവം അത് അനേകരുടെ ഗുണത്തിനായിട്ടുള്ളത്. ഇന്ന് പലപ്പോഴും നമ്മൾ നിരാശയിലിരിക്കുമ്പോൾ, നമ്മൾ വേദനയിലിരിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഇത് എന്നെ ആരുമില്ല സഹായിക്കാൻ. ഞാനും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ആരും എന്നെ സഹായിക്കാനില്ല, നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയട്ടെ. എന്നാൽ ഒരുവൻ നിങ്ങളെ ഹാം ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവിടെ ദൈവം പറയുന്നു, യോസേഫ് ഈ ബൈബിളിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ്, ഒരുവൻ എന്നെ അനേകർ ദോഷം ചെയ്യാൻ വേണ്ടി കോൺസ്പയർ ചെയ്തെങ്കിലും ദൈവം അത് നന്മയ്ക്കായി മാറ്റി. അപ്പോ ഇവിടെ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗോഡ്, ഒരു നന്മയ്ക്ക് മാറ്റുന്ന ഒരു ദൈവത്തിന്റെ ഒരു പ്രത്യേക ആക്ട് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്, ഇന്റർഫിയറൻസ്. അപ്പം സം പീപ്പിൾ റെഡ്യൂസ് ദ സ്റ്റോറി, ഈ സ്റ്റോറിനെ വളരെ ചെറുതാക്കിയിട്ട് ഡോക്ട്രിൻ ഓഫ് കമ്പാറ്റബിളിസം എന്നുള്ള ഒരു കാറ്റഗറി വരും. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, അതിന്റെ തിയോളജിക്കൽ ഡിറ്റർമിനിസത്തിലേക്ക് വരുന്ന ഒരു ഫ്രെയിം വർക്കാണ്. അതിന്റെ അർത്ഥം വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ഓൾ ഇവന്റ്സ് ദാറ്റ് ഹാപ്പൻ ആർ പ്രീ ഓർഡർഡ്. എന്ന് വെച്ചാൽ തിയോളജിക്കൽ ഡിറ്റർമിനിസം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ദൈവം ഓർഡൈൻ ചെയ്ത കാര്യങ്ങളാണ്, അത് പ്രീ ഡെസ്റ്റിൻഡ് ആണ്, അങ്ങനെ സംഭവിക്കും. അതായത് ഇപ്പം ഞാൻ ഇന്ന ദേശത്ത് കടന്നു വരും, ഞാൻ ഇന്ന ജോലി ചെയ്യും, ഇതൊക്കെ ദൈവം മുൻ നിർണയിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമായിട്ടാണ് ഏറെ കുറെ ആൾക്കാർ അത് വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ആ സംഭവത്തിൽ ആ ബിലീഫ്, ഈ എന്താ പറയുക, ഡിറ്റർമിനിസം എന്ന് പറയുന്ന, തിയോളജിക് ഡിറ്റർമിനിസം പറയുന്ന ഒരു ബിലീഫ് എന്താ വെച്ചാൽ, ഡോക്ട്രിൻ ഓഫ് കമ്പാറ്റബിളിസം പറയുന്നത്, ആ ഡിറ്റർമിനിസം, അതായത് എല്ലാം ദൈവം മുൻ നിർണയിച്ച കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ തന്നെ ഫ്രീ വില്ലും ഉണ്ട്. അതായത് നമുക്ക് തെരഞ്ഞെടുക്കാനുള്ള ഫ്രീഡം ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് യേശുവിനെ തള്ളിപ്പറയാനും ഫ്രീഡം ദൈവം തന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടെങ്കിൽ എനിക്ക് ദൈവം വേണ്ട എന്ന് പറയാനുള്ള ഫ്രീഡം വേറെ ആരുമല്ല, ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പലരും പറയും, ഞാൻ വിശ്വസിച്ചു പോയി. നോ, ഇറ്റ് ഈസ് യുവർ ഫ്രീ വിൽ. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചൂസ് ചെയ്യാം. നിങ്ങൾ എന്ത് കഴിക്കണം എന്ന് ചൂസ് ചെയ്യുന്നു, നിങ്ങൾ ആര് നിങ്ങളെ ഭരിക്കണം എന്ന് ചൂസ് ചെയ്യുന്നു, നിങ്ങൾ ഏത് ചികിത്സ തേടണം എന്ന് ചൂസ് ചെയ്യുന്നു, നിങ്ങൾ ഏത് കരിയർ എടുക്കണം എന്ന് നിങ്ങൾ ചൂസ് ചെയ്യുന്നു, നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിനെ കുറിച്ച് ഒരു ചോയ്സ് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ many choices. Life is just mere, life is not everything but choices എന്നാണ് ആൾക്കാർ പറയുന്നത്. അപ്പം ആ ചോയ്സ് എടുക്കാനുള്ള ഫ്രീഡം ദൈവമാണ് ആദ്യം നിങ്ങൾക്ക് തരുന്നത്, ടു റിജക്ട് ഹിം ഓൾസോ. ഈ ഡോക്ട്രിൻ ഓഫ് കമ്പാറ്റബിലിസം എന്ന് പറഞ്ഞാൽ ആ ഫ്രീ വില്ലും ഈ ഡിറ്റർമിനിസവും കൂടെ കൂടിയിട്ട്, ബിലീവ് ദാറ്റ് ഫ്രീ വിൽ ആൻഡ് ഡിറ്റർമിനിസം ആർ നാച്ചുറലി കമ്പാറ്റബിൾ, ബട്ട് it's possible to believe in both. There is no logical explanation. അതായത് ദൈവം എന്നെ മുൻ നിർണയിച്ചു, ദൈവത്തെ അറിയാൻ. എന്നാൽ ഇറ്റ് ഈസ് അപ് ടു മീ whether to know God or not. I don't want to know God എന്ന് പറഞ്ഞ് ഞാൻ മാറിപ്പോയാൽ God is not forcing me to believe. അതൊരു റോങ് ആയിട്ടുള്ള പെർസെപ്ഷൻ. പലരും പറയും ഫോഴ്സ്ഡ് ആയിട്ട് ദൈവം ബിലീവ് ചെയ്യിപ്പിക്കുന്നു. ദൈവം ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല, ദൈവം പക്ഷെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതായത് പിതാവ് ആകർഷിക്കാതെ ആരും പുത്രനിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളത് ബൈബിൾ പറയുന്നത്. അപ്പം the attraction that God gives for people to know him and come to him, but it's up to the individual. So it's up to the individual whether to believe it or not. So ഈ കാര്യങ്ങൾ തിയോളജി, ഇതിനകത്ത് ഈ ടെക്സ്റ്റിൽ ഇത് വളരെ അധികം നമുക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നി. ഇത് ദൈവം ഇങ്ങനെ ചെയ്യാൻ ഇടയായി, പക്ഷെ അവര് ചെയ്തപ്പോ യോസേഫിന്റെ തീരുമാനങ്ങൾക്ക് വിലയുണ്ടായിരുന്നു, അത് ദൈവം വില കൽപ്പിച്ചോ എന്നൊക്കെയുള്ള ചോദ്യം. അപ്പം ദൈവം എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഈ ഒരു സിറ്റുവേഷനിൽ ഒരു മനുഷ്യനെ പലയിടങ്ങളിലാണ് ദൈവം ഇട്ട് വെച്ചിട്ട് ദൈവത്തിന്റെ ആ വഴി അതിലൂടെ തെളിയിപ്പിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും, ഇത് ഡെഡ് എൻഡ്, ഇനി ഇതിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ദൈവത്തിനും കൂടെ പറ്റുമെന്ന് തോന്നുന്നില്ല. ചിലർ നമ്മൾ തമാശയല്ല, ദൈവം പോലും വിചാരിച്ചവൻ രക്ഷപ്പെടത്തില്ല എന്ന് വെച്ചാൽ, ഗതികെട്ടവൻ എന്ന് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. കാരണം ദൈവം നന്മയാണ്, നന്മയുടെ ഒരു വ്യക്തി വിചാരിച്ചാൽ പോലും ഇല്ല. ആക്ച്വലി അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് തിയോളജിക്കലി. ബിക്കോസ് ദൈവം വിചാരിച്ച എല്ലാവരും രക്ഷപ്പെടും, എല്ലാവരും. ആർക്കും കൺട്രോൾ ചെയ്ത് ഈ പറയുന്ന ദേഷ്യങ്ങളോ ഇല്ല. പക്ഷെ ദൈവം എന്ത് ചെയ്തു? അങ്ങനെ ദൈവം ആ ഫോഴ്സ് ഒന്നി പൊട്ടൻഷ്യൽ നമ്മുടെ മേത്ത് ഇടുന്നില്ല. God has created you in his image and he's given you the free will of choice. It's up to you to believe or not to believe. There's nothing forced on anybody. The Bible does not force itself on anybody. അതൊരു ഔട്ട്റേജ് സ്റ്റേറ്റ്മെന്റ് അങ്ങനെ പറഞ്ഞത്. ബിക്കോസ്
അത് പറയുന്നവര് they don't know the Bible എന്നാണ്. Because if you read the Bible, you understand God does not force it. It's up to you to whether to believe. അപ്പൊ ദൈവം നമ്മളെ ഡിഫിക്കൽട്ട് പൊസിഷനിൽ ഇടുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും ദൈവം എന്നെ സഹായിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, ഐ ഡോണ്ട് നോ ഹൗ ടു, ബിക്കോസ് ഇറ്റ്സ് നിങ്ങളുടെ ഇഷ്യൂസിൽ നിങ്ങൾ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. മാത്രമല്ല നിങ്ങൾക്ക് ഇതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു മെന്റൽ കേപ്പബിലിറ്റി, യു ആർ റിയലി ഫ്രസ്ട്രേറ്റഡ്, യു ആർ ഷോർട്ട് സൈറ്റഡ് ഓൺ യുവർ ഇഷ്യൂസ് ആൻഡ് യു ഡു ഹാവ് നോബഡി ടു ഹെൽപ്പ് യു. സോ യു ആർ ഓൺ എ വെരി ടഫ് സ്റ്റേജ്. ജോലിയിലൊക്കെ പ്രത്യേകിച്ച് നമ്മളൊരു ഡെഡ് എൻഡും ബേൺ ഔട്ട് സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ വി തിങ്ക് ഹൗ ഡു വി ഗോ ബിയോണ്ട് ദിസ്, ഇതിനപ്പുറം എങ്ങനെ പോകാം. ദിസ് എ ഹ്യൂജ് സ്ട്രഗിൾ. ജോലി പുറത്ത് ചെയ്യാത്തൊരു വ്യക്തിക്ക് ഒരു പക്ഷെ അതിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ആ പർട്ടിക്കുലർ ജോലിക്ക് എനിക്ക് വേണമെങ്കിൽ പറയാം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിക്കുന്ന വലിയ പണിയൊന്നുമല്ല, ഒരു എന്താ പറയാ ഷെയർ മാർക്കറ്റിൽ ഇരിക്കുന്ന അത്ര തലവേദന ഇല്ല എന്ന് എനിക്ക് വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം. എന്നാൽ ഷെയർ മാർക്കറ്റിൽ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ട്രേഡ് ചെയ്യുന്ന ആളുടെ സ്ട്രെസ് അയക്കെ അറിയത്തുള്ളൂ. വയലില് ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന അവരുടെ സ്ട്രെസ് അവർക്ക് അറിയത്തില്ല. അപ്പം യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ ഓർ ഈച്ച് ആക്ടിവിറ്റീസ് ഇൻ ഡീറ്റെയിൽ അണ്ടിൽ യു സ്റ്റെപ്പ് ഇൻ ടു ദാറ്റ്. അതിലേക്ക് കടക്കാതെ നമുക്ക് ഇതിന്റെ വേദനകളൊന്നും അറിയത്തില്ല. പക്ഷെ ദൈവം നമ്മളെ ഈ സിറ്റുവേഷനിൽ ഇടുന്നതിന് ഒരു പർപ്പസ് ഉണ്ട്. ദൈവത്തിന് അതിലൂടെ ഒരു വഴി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ബേസിക്കലി ദൈവത്തിന്റെ ആ ഒരു മെത്തേഡ് എങ്ങനെയാന്ന് വെച്ചാൽ കവനന്റ് റെസ്റ്റോറേഷൻ ത്രൂ കവനന്റ് പ്രോമിസ്. ദൈവം റിസ്റ്റോർ ചെയ്യുന്ന, ദൈവത്തിന്റെ പ്രോമിസിലേക്ക് ദൈവം നടത്തുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ആ കവനന്റ് പ്രോമിസിലേക്ക് ദൈവം കഷ്ടതയിലൂടെ നമ്മളെ കൊണ്ടുവരുന്നത്. സോ ഇന്ന് എന്നെ കേൾക്കുന്നവർ വളരെ പ്രയാസത്തോടെ ആയിരിക്കും. നമ്മൾ വിചാരിക്കും ഇത് എങ്ങനെ മുമ്പോട്ട് പോകും. But God is bringing out through the covenant promise. ജോസഫിന്റെ ജീവിതം ഒരു ഹൈലൈറ്റ് ആണ്. How God's providence secures God's promise. ദൈവത്തിന്റെ പ്രൊവിഡൻസ്, ദൈവത്തിന്റെ ആ കരുതല് എങ്ങനെയാണ് ദൈവത്തിന്റെ എന്താ പറയുക പ്രോമിസ് അല്ലെങ്കിൽ ദൈവ വാഗ്ദത്തത്തെ സെക്യൂർ ചെയ്യുന്നത്, ഭദ്രമായി സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് ഓടിച്ചു പറയുകയാണ് ചില വാക്കുകൾ. ഞാൻ റെഫറൻസ് ഒന്നും എടുക്കുന്നില്ല, ബിക്കോസ് ഐ വോണ്ട് യു ടു ഗോ ആൻഡ് റീഡ് ദിസ് ടെക്സ്റ്റ് ഫ്രം Genesis chapter 37 till 50. It's a very, very profound, insightful text about Joseph. അപ്പം ഇതിനകത്ത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ജോസഫിന്റെ സീഡ് സർവൈവൽ. ദൈവം ജോസഫിനെ അല്ലെങ്കിൽ യോസെഫിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. താൻ നശിച്ചു പോകാൻ ഒരുപക്ഷെ നമുക്ക് മുമ്പേ ഉള്ള കാര്യങ്ങളൊന്നും അറിയില്ല. തന്റെ സഹോദരന്മാരും തന്നെ പൊട്ടക്കിണറിലിടുന്നതിന് മുമ്പ് ദി പ്ലോട്ടഡ് ടു കിൽ ഹിം, മർഡർ ഹിം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ താൻ ആ വിത്ത് നശിച്ചു പോകാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവരുടെ ഇസ്മേൽ കച്ചവടക്കാരെ റീറൂട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇവര് റീതിങ്ക് ചെയ്യണം. നമ്മൾ ഇവനെ കൊന്നു കളഞ്ഞാൽ ശരിയാകത്തില്ല, നമ്മുടെ രക്തത്തിന്റെ രക്തമല്ലേ, മാംസത്തിന്റെ മാംസവും, നമുക്ക് ഇവനെ വിറ്റ് കളഞ്ഞിട്ട് പൈസക്ക് വിൽക്കാം എന്ന് പറഞ്ഞ് അവനെ വിൽക്കുകയാണ്. സോ അവന്റെ ആ സീഡിന്റെ സർവൈവല് ദൈവത്തിന്റെ ഇതാണ്. പോത്തിഫറിന്റെ ഭവനത്തിലും അല്ലെങ്കിൽ സ്ലേവായിട്ട് എവിടെ വേണമെങ്കിൽ മരിക്കാമായിരുന്നു. അതെല്ലാം ദൈവം പ്രൊട്ടക്ട് ചെയ്ത് ജയിലിൽ പോയി അവിടുന്ന് വിടുവിക്കാനിടയായി. അപ്പൊ ആ സീഡ് സർവൈവൽ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ ദൈവത്തിന് നിങ്ങളെ ജീവനോടെ നിൽക്കണമെന്ന് നിങ്ങളെക്കാട്ടും ആവശ്യം ദൈവത്തിന്റെയാണ്. അത് വിശ്വസിക്കണം. സോ ദി സീഡ് സർവൈവൽ ഇസ് നോട്ട് യുവർ പ്രോബ്ലം, ഇറ്റ്സ് ഗോഡ് പ്രോബ്ലം. പലരും ഇതിൽ നിന്ന് പരാജയപ്പെട്ട് ആത്മഹത്യയൊക്കെ ചെയ്യുന്നവരുണ്ട്. യു ഹാവ് ടു ഫേസ് ഇറ്റ് വാട്ട് എവർ ഇറ്റ് ഇസ്. നിങ്ങളുടെ മുമ്പിൽ നഷ്ടങ്ങൾ ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും. അപ്പൊ ആത്മഹത്യ ചെയ്യുന്നവൻ ഭീരു എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ഈവൻ ഇഫ് യു ഫേസ് ദീസ് തിങ്സ്, അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, യുവർ സീഡ് സർവൈവൽ ഇസ് ഗോഡ്സ് പ്രൊവിഷൻ. ദൈവത്തിന്റെ ഉത്തരവാദിത്വം, ദൈവത്തിന്റെ സോവറിറ്റിയിൽപ്പെട്ട ഒരു കാര്യമാണ്. ഡു നോട്ട് ക്വസ്റ്റ്യൻ ഇറ്റ് അറ്റ് എനി പോയിന്റ്. God will make sure that you survive this issue. That is 100% sure. Otherwise, this text would not have been written. Second, seed purity. ഇവിടെ യാക്കോബ് തന്റെ ജീവിതത്തിൽ അനീതിയും അൺറൈച്ചസ്നെസ്സും മ്ലേച്ഛതയും ചെയ്യുന്ന ഒരു പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും 38-ാം അധ്യായത്തിൽ. താൻ വേറൊരു പരസ്ത്രീ ബന്ധവുമായിട്ടും തന്റെ ജീവിതത്തിൽ വിശുദ്ധി നിലനിർത്താൻ പറ്റാത്ത ഒരു പരാജയം നടക്കാൻ കഴിയും. അപ്പൊ ദൈവത്തിന് ആ സീഡ് പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, അതായത് ആ ലീനിയേജ്, ദൈവത്തിന്റെ പ്രവൃത്തി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, അൺറൈച്ചസ്നെസ്സും ആ എന്താ പറയുക ഇംപ്യൂരിറ്റി വന്നപ്പോൾ ദൈവം അതിനെ മാറ്റി കൊണ്ടുപോവാണ്. ദൈവം എന്ത് ചെയ്യുന്നു? അതിനെ അപ്പൊ ആദ്യം ദൈവം റിസ്റ്റോർ ചെയ്യാണ് യോസേഫിനെ തന്റെ സഹോദരന്മാരുടെ കയ്യിൽ നിന്ന്. പിന്നീട് ദൈവം ഒരു വ്യക്തിയെ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ സെറ്റിൽ ചെയ്ത് അതിനെ ഒരു പുതിയ ഒരു പ്രോമിസ് ആണ് ആസ് എ ഗ്രേറ്റ് നേഷൻ ആയിട്ട് കൊണ്ടുവരാമെന്നുള്ളത്.
അൺറൈച്ചസിനെ റൈച്ചസ് ആക്കാൻ ദൈവം ശ്രമിക്കുന്നു. പിന്നീട് ശ്രമിക്കുക എന്ന് വെച്ചാൽ ദൈവം അവിടെ ആ ടെക്സ്റ്റ് അവിടെ കൊണ്ട് എൻഡ് ചെയ്യുന്നില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അത് അടുത്ത സ്റ്റേജിലേക്ക് ടെക്സ്റ്റ് അല്ലെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് ഇസ്രായേൽ ദേശം വളരുന്ന ഒരു ഘട്ടമായിട്ട് മാറ്റുന്നു. പിന്നീട് എൻഡേഞ്ചർ ഓഫ് കാഷ്വാലിറ്റീസ്, അതായത് ദൈവം ചില ഒരു ഫാമിൻ അല്ലെങ്കിൽ ഒരു വലിയ പ്രതിസന്ധി ആ രാജ്യം നേരിടുന്ന സമയത്ത് ദൈവം എന്ത് ചെയ്യുന്നു, ആ ഒരു ദേശത്തെ നശിപ്പിച്ചു കളയാതെ യോസേഫിലൂടെ അവരെ രക്ഷപ്പെടുത്തുന്ന ഒരു പ്രവണത നമ്മൾ കാണാം, തന്റെ സഹോദരന്മാരെയും ദേശത്തിന്. അപ്പം ദൈവം പ്രിപ്പയർസ് ഓൾ വിത്ത് വിസ്ഡം. അപ്പൊ യോസേഫ് ഇതെല്ലാം ഈ ക്ഷാമത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ദൈവം ഒരുക്കണം. അപ്പം റെസ്റ്റോറേഷൻ ദൈവത്തിന്റെ ജോലിയാണ്. ദൈവം ഒരു ദേശത്തെ അതിലൂടെ ഒരു തെറ്റ് സംഭവിച്ചെങ്കിൽ അതിലൂടെ ദൈവം കറക്റ്റ് ചെയ്ത് കൊണ്ടിരുന്നു. രണ്ടാമത് ദൈവം യോസേഫിന് ജ്ഞാനവും അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസും നൽകി രാജ്യം ഭരിക്കാനുള്ള സ്കിലും. എനിക്ക് നമ്മൾ ചിലവരെ ജോലിക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് ആദ്യമായിട്ടൊക്കെ ജോലിക്ക് പോകുമ്പോൾ ചോദിക്കാം, നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾ എത്രമാത്രം എക്സ്പീരിയൻസ് ഉണ്ട്. ഇന്ന് വരെയും അതിന് ലോകത്തിന് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റില്ല. ബിക്കോസ് ദേ ഹാവ് നോ ഐഡിയ, ദേ ഡോണ്ട് ട്രസ്റ്റ് യു എന്നുള്ളതാണ് ഒരു പോയിന്റിൽ. ഓർ ദേ ഡോണ്ട് നോ വെദർ യു ക്യാൻ ഡു ഇറ്റ് ഓർ നോട്ട് വിതൗട്ട് സീയിങ് യുവർ എക്സ്പീരിയൻസ് ആൻഡ് യുവർ എലിജിബിലിറ്റി. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചോളം ഇറ്റ് ഡസ് നോട്ട് മാറ്റർ വാട്ട് യുവർ പാസ്റ്റ് ഇസ്. ഇറ്റ് ആബ്സല്യൂട്ട്ലി ഡസ് നോട്ട് മാറ്റർ. What matters to God is what you are. Are you okay with me? Are you in relationship with me? Then God has provisions for you. അപ്പം ദൈവത്തിന്റെ പ്രോമിസ് അബ്രഹാമിനോടുള്ള ഫുൾഫിൽ ചെയ്യുന്ന സീഡ് ആയിരുന്നു യോസേഫ്. ദൈവം അങ്ങനെ അതിനെ കണ്ടു. ആ ബ്ലെസ്സിങ് ഓഫ് ഫെയ്ത്ത്ഫുൾനെസ് വന്നു. ആദ്യം പോത്തിഫറിന്റെ ഭവനത്തിൽ പോയപ്പോൾ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 39 അധ്യായത്തിന്റെ ഒരു 4-5 വാക്യങ്ങൾ ഇങ്ങനെയാണ്. The Lord was with Joseph so that he prospered and he lived in the house of the Egyptian master. അപ്പം ദൈവം യോസേഫിനോട് കൂടെ, ഇത് പൊട്ടക്കിണറിലുണ്ടായിരുന്നു, അവിടെ നിന്ന് ഇസ്മായിൽ കച്ചവടക്കാർക്ക് വിറ്റിട്ട് താനൊരു ദാസനായിട്ട് പോത്തിഫറിന്റെ ഭവനത്തിൽ എത്തുമ്പോൾ, അവിടെ പോത്തിഫറിന്റെ ഭവനത്തിൽ എത്തുമ്പോൾ ഉള്ള സംഭവം, The Lord was with Joseph. ഇന്ന് എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ഏത് കഷ്ടതയിലായിക്കോട്ടെ, നിങ്ങൾ ഏത് ചെറിയ അവസ്ഥയിലാണെങ്കിലും, ബൈബിൾ പറയുന്ന The Lord was with Joseph. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിൽ നിന്ന് അന്ന് യോസേഫിന്റെ കൂടെ ഉണ്ടായിരുന്നു, എന്റെ കൂടെ ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് ചിന്തിക്കുന്നവരോടായി പറയുന്നത്. ദൈവം നിങ്ങളുടെ കൂടെയാണ്. The Lord was with Joseph so that he prospered. പ്രോസ്പെറിറ്റി ആദ്യമല്ല കണ്ടത്, താൻ ആയിരിക്കുന്ന മേഖലയിൽ ദൈവം തന്നോട് കൂടെ ഉണ്ടായിരുന്നു. താൻ പ്രോസ്പെറസ് ആയി വിജയകരമായി താൻ മുമ്പോട്ട് പോയി. And he lived in the house of the Egyptian masters when his master saw that the Lord was with him. ഇന്നത്തെ പ്രാർത്ഥന, എന്റെ ബോസ് എന്നെ കാണണമേ, എന്റെ മേലധികാരി എന്നെ ഒന്ന് കാണണമേ, എന്നെ ശ്രദ്ധിക്കണമേ, ചിലവര് ഞാനൊരു വലിയ ആളാണ് എന്ന് എനിക്ക് തോന്നണമേ എന്നൊക്കെ നമ്മൾ സ്വയം പൊക്കാൻ ശ്രമിക്കുമ്പോൾ അവരവരെല്ലാം താഴ്ത്തപ്പെടുക. They struggle a lot to please people, to make sure. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം എന്നെ ചലഞ്ച് ചെയ്യിപ്പിച്ചു. അതായത് when his master, ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു വ്യക്തി, so that the Lord was with him, അവന്റെ കൂടെ അവന്റെ ദൈവം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ, the Lord gave him success in everything he did. Joseph found favor in the eyes and became his attendant. നിങ്ങൾ നിങ്ങളുടെ മേലധികാരിയും നിങ്ങളുടെ കമ്പനികളിലും നിങ്ങൾ ജോലി ചെയ്യുന്ന ഏത് മേഖലയിലായാലും നിങ്ങൾക്ക് അന്നം തരുന്നവരോട് നിങ്ങൾക്കൊരു കൂറുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പ്രീതി ലഭിക്കണമെങ്കിൽ അവരെ പോയി സോപ്പിടേണ്ട ആവശ്യമില്ല, അവരെ പോയി ബട്ടർ ചെയ്യേണ്ട ആവശ്യമില്ല, അവരുടെ മുമ്പാകെ നിങ്ങൾ വിശ്വസ്തനാണെന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. പുതിയ നിയമത്തിൽ ഇത് പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ വലിയൊരു സംഭവമാണെന്ന് അവരുടെ മുമ്പിൽ കാണിക്കേണ്ട, ദൈവം അത് കാണിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചിലർ പറയും ചില കാര്യങ്ങൾ ഷോക്കേസ് ചെയ്താലേ നടക്കുള്ളൂ എന്നൊക്കെ പറയും. I don't believe it. I have not done it in my life. അതിന് നമുക്ക് I'm not saying സ്മൂത്ത് സെയിൽ ആയിരിക്കണം. No, there will be a lot of things. But ആ ജെനുവിനിറ്റിയോടെ നമ്മൾ ഒരു നമ്മുടെ ഏത് സ്ഥാനത്ത് ദൈവം നമ്മളെ ആക്കി വെക്കുന്നു, ജെനുവിനിറ്റിയോടെ നമ്മൾ സർവ് ചെയ്താൽ, നമ്മൾ വർക്ക് ചെയ്താൽ, നമ്മൾ അവിടെ ആയിരുന്നാൽ, ഇറ്റ് വിൽ ബി പിക്ഡ് അപ്പ് ബൈ ദ പേഴ്സൺ ഹു ലുക്സ് അറ്റ് യു കീൻലി. അത് കാണേണ്ടവൻ കാണിക്കാൻ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ പറയും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദാറ്റ്സ് ഓൾ യുവർ ഇംപേഷ്യൻസ്. നിങ്ങളുടെ ഇംപേഷ്യൻസ് കൊണ്ട്, അതായത് എനിക്ക് 1 വർഷത്തിനുള്ളിൽ പ്രൊമോഷൻ വേണം, എനിക്ക് 1 വർഷത്തിനുള്ളിൽ ഞാൻ മേലധികാരിയുടെ മേളിലായിരിക്കണം, എനിക്ക് ഇത്രയും വർഷത്തിനുള്ളിൽ എനിക്ക് സാമ്പത്തിക ഭദ്രത നേടണം, എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, ഐ ഡോണ്ട് ഹാവ് ടൈം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നവരൊന്നും നടക്കത്തില്ല. ശരിയാണ് അവൻ പറയുന്നത്. എന്നാൽ എനിക്ക് ദൈവം മതി,
ദൈവമാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എനിക്ക് ഇവിടുന്ന് പണം വന്നില്ലെങ്കിലും മറ്റൊരു സ്ഥലത്ത് നിന്ന് ദൈവം എനിക്ക് ആവശ്യമുള്ളത് തരും എന്നുള്ള വിശ്വാസമുള്ളവന്റെ ജീവിതത്തിൽ ഇത് കാണാൻ പറ്റും. നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂ. അങ്ങനെ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങൾ കണ്ടത് ഞെട്ടി. അങ്ങനെയുള്ളവർ പോകുമ്പോൾ പറയും, യവന്മാരെല്ലാം എന്നെ പറ്റിക്കുകയാണ്, ഒരുവൻ മാത്രമേ വിശ്വസ്തനായിരുന്നുള്ളൂ. നമ്മൾ അവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ മിണ്ടാതിരുന്നാൽ മതി. അത് അവരുടെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ അവിടെ ഇരുന്നപ്പോൾ ഒരുപക്ഷെ നമ്മൾക്ക് അതിന് സാമ്പത്തിക ലാഭം കിട്ടുമായിരിക്കാം. പക്ഷെ കിട്ടിയാൽ എത്രയാണ്? ജീവൻ ദൈവത്തിന്റെ കയ്യിലല്ലേ? നിങ്ങൾ എത്ര നാൾ ജീവിക്കണമെന്ന് ദൈവത്തിന്റെ കയ്യിലല്ലേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ 70 വയസ്സിൽ ജീവിച്ച വലിയ ജീവിതം നയിച്ചു? നിങ്ങൾ അങ്ങനെയുള്ളവരുടെയൊക്കെ ജീവിതത്തിൽ പോയി നിങ്ങൾക്ക് സക്സസ് റേറ്റ് വളരെ കുറവാണ്. അവരുടെ ജീവിതം സക്സസ്ഫുൾ എല്ലാ മേഖലയിലും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പരാജയപ്പെടുന്നു. എന്നാൽ ഭക്തനായവന്റെ ജീവിതത്തിൽ കഷ്ടതകൾ ഏറെ ഉണ്ടെങ്കിലും അവന് എപ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇൻ പെർസ്പെക്റ്റീവ് ടു ഹെവൻ ഈസ് എ സക്സസ്ഫുൾ മാൻ എന്ന് ബൈബിൾ നമ്മളോട് പറയും. അപ്പോ ഇവിടെ പോത്തിഫറിന്റെ ഭവനത്തിൽ തന്നെ ദൈവം അനുഗ്രഹിച്ചത് പോത്തിഫർ ശ്രദ്ധിക്കാനിടയായി. പിന്നെ 41 അധ്യായത്തിന്റെ 40 വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, യു ഷാൽ ബി ഇൻ ചാർജ് ഓഫ് മൈ പാലസ്. ഇത് ഫറവോൻ പറയുന്ന ഒരു കാര്യമാണ്. And all the people are to submit to your orders. അപ്പൊ ഇന്ന് വരെയും തന്റെ പിതാവിന്റെ ആജ്ഞ കേട്ടവൻ, ഇന്ന് വരെയും തന്റെ സഹോദരന്മാർ തന്നെ ആജ്ഞാപിച്ചത് കേട്ട്, അല്ലെങ്കിൽ സഹോദരന്മാർ തന്നെ പൊട്ടക്കിണറിലിട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ദാസനായിട്ട്, അതായത് യാക്കോബിന്റെ മകൻ ഇളയമോൻ ഒരു ദാസനായിട്ട് വിൽക്കപ്പെടുന്ന ഒരു ചരിത്രം വന്നെങ്കിലും പിന്നീട് ദൈവം അവനെ പോത്തിഫറിന്റെ ഭവനത്തിൽ നിന്ന് കാരാഗ്രഹത്തിൽ പോയി അവിടെ നിന്ന് താൻ രാജ്യത്തെ രണ്ടാമനായി നാം പറഞ്ഞു വരുന്നത്. അവിടെ പറയുന്നു ആൻഡ് ഓൾ ആർ ടു സബ്മിറ്റ് ടു യു. ഇമാജിൻ, വർഷങ്ങളായിട്ട് പാലസിൽ വർക്ക് ചെയ്യുന്നവരെയൊക്കെ സൂപ്പർസീഡ് ചെയ്തിട്ട് താൻ ഒരു രണ്ടാമനായിട്ട് വന്നു. ഓൺലി വിത്ത് റെസ്പെക്ട് ടു ദ ത്രോൺ ഐ വിൽ ബി ഗ്രേറ്റർ ദാൻ യു. എന്താ പറയുക, രാജ്യം സംബന്ധിച്ച് അല്ലെങ്കിൽ ദ ത്രോൺ എന്ന് പറയാം, അധികാരം സംബന്ധിച്ച് മാത്രമേ ഞാൻ നിന്നെക്കാട്ടും വേണ്ടുള്ളൂ, ബാക്കിയെല്ലാം നിന്റെ അടിയിലാണ് എന്ന് പറയുന്ന ഒരു അനുഭവം. പിന്നീട് 41 അധ്യായത്തിന്റെ തന്നെ 56 വാക്യത്തിന്റെ when the famine had spread over the whole country, Joseph opened all the storehouses and stored grains for the Egyptians, for the famine was severe throughout Egypt. താൻ പോത്തിഫറിന്റെ ഭവനത്തിൽ മാത്രമല്ല ദൈവം തന്റെ കൂടെ ഉണ്ടായിരുന്നു, ഫറവോന്റെ അടുത്തും ദൈവം തനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് ദൈവം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈജിപ്ഷ്യൻസിന്റെ കൂടെ താൻ ഏത് ദേശത്തായിരുന്നു അവിടെ തന്നോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. കാരണം താൻ ഈജിപ്ഷ്യൻസിന് വളരെ അനുഗ്രഹമായിരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. മിസ്രൈമിൽ താൻ ഒരു അനുഗ്രഹിക്കപ്പെട്ടവനായി തന്റെ ദേശത്ത് ഒരു ഭരണാധികാരിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് തന്റെ ജനത്തിന് താൻ ആവശ്യമുള്ളത് നൽകുക എന്നുള്ളത്. പലപ്പോഴും നാം കാണുന്ന ഭരണങ്ങളെല്ലാം ഇതുപോലെ അല്ല. എങ്കിലും ബൈബിള് പറയുന്നു ഇവിടെ യോസേഫ് താൻ സിവിയർ ത്രൂഡ് അത് കഴിഞ്ഞിട്ട് പറയുന്ന ഒരു വാക്യമാണ് ഇനി ആൻഡ് ഓൾ ദ വേൾഡ് കെയിം ടു ഈജിപ്റ്റ് to buy grain from Joseph because the famine was severe everywhere. ഒരു കംപ്ലീറ്റ് ഡിപ്രഷൻ നടക്കുമ്പോൾ എല്ലാ ലോകവും അവന് വന്നു. അപ്പൊ താൻ ലോകത്തിന് ഒരു അനുഗ്രഹമായി മാറാൻ ഇടയായിട്ടുള്ള താൻ സഹോദരന്മാരെ അന്വേഷിച്ചു പോകുമ്പോൾ ദൈവം കാര്യങ്ങളെല്ലാം മാറ്റി. പിന്നീട് സഹോദരന്മാർ തന്റെ അടിയിൽ വരികയും മനസ്സിലാകാതിരിക്കുകയും താൻ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ട് കുനിയ എന്ന് പറഞ്ഞ ഒരു സ്വപ്നം കാണിക്കുമ്പോൾ തന്റെ സ്വപ്നത്തിലും അവർ കുനിയാനിടയായി. യഥാർത്ഥ ജീവിതത്തിൽ കോർട്ട് റൂമിലും വെച്ചു തന്നോട് അവർ തല കുനിച്ച് സംസാരിക്കാൻ ദൈവം ഇടയാക്കി. ഇറ്റ് ഈസ് എ പാറ്റേൺ ഓഫ് ഗോഡ്സ് വർക്ക് ദാറ്റ് വി സീ. എക്സോൾട്ടേഷൻ ത്രൂ ഹ്യൂമിലിയേഷൻ. ദൈവം ഒരുവനെ നിന്നയും പരിഹാസത്തിൽ നിന്നും ഉയർത്തുന്ന ഒരു ഇലസ്ട്രേഷനാണ് നമ്മൾ ഇന്ന് കേൾക്കാനിടയായത്. യേശു നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഇങ്ങനെയാണ്. താൻ നിന്ന സഹിച്ചു, പരിഹസിക്കപ്പെട്ടു നമ്മൾക്ക് വേണ്ടി. ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ യേശുവിൽ നിങ്ങളുടെ ജീവിതം ഇന്ന് നിത്യതയോട് സ്പെൻഡ് ചെയ്യാൻ നിങ്ങളുടെ പേര് നിത്യതയിൽ എഴുതി വെക്കുമെന്ന് ബൈബിള് യേശു നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്താലും നിന്ദിക്കപ്പെട്ട അവസ്ഥ വന്നാൽ, നാം നാണം കിടേണ്ട അവസ്ഥ വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഡു നോട്ട് ലൂസ് ഹോപ്പ് because Jesus is with you and God has promised you that your name, if you believe in it, your name is written in heaven. ഇന്ന് നമ്മുടെ നിരാശകളെ മാറ്റി നമ്മുടെ കണ്ണുനീരെല്ലാം തുടച്ചൊന്ന് കളഞ്ഞ് ഒന്ന് ഷടകൊടന്ന് എഴുന്നേറ്റ് ഐ വിൽ സീ എവറി ചാലഞ്ച് ആസ് എൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ ചലഞ്ചും ഓപ്പർച്യൂണിറ്റി, ബിക്കോസ് ഗോഡ് എക്സോൾട്ട് ദോസ് ഹു ഗെറ്റ്സ് ഹ്യൂമിലിയേറ്റഡ് എന്നുള്ളതാണ് ഈ
ടെക്സ്റ്റിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. കണ്ണുകളെ അടയ്ക്കാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നല്ല സമയത്തിനായി സ്തോത്രം. ഇന്ന് നിരാശയോടെ, കണ്ണുനീരോടെ, വിഷമത്തോടെ, പ്രയാസത്തോടെ, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഇരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു ജീവിതത്തിൽ ദൈവം ഇനി യാതൊരു പ്രതീക്ഷയുമില്ല, മരണം മാത്രമേ മുമ്പിലുള്ളൂ, ഈ ലോകത്തിൽ നിന്ന് ഒന്ന് ഓടിപ്പോയാൽ കാര്യങ്ങൾക്കൊരു സൊല്യൂഷൻ വരും എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ട് അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ അറിയാം. പക്ഷെ എന്ത് ചെയ്യണമെന്നറിയാതെ ദൈവമേ പരവേശത്തോടെ ഓടുന്ന വ്യക്തികൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ സഹായിക്കണം, അവരെ മാനിക്കണം. ഈ കാലഘട്ടത്തിൽ അവരുടെ ജീവിതം ദൈവത്താൽ മാനിക്കപ്പെടുവാൻ യേശുവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ദൈവം ചെയ്യാൻ പോകുന്നതുകൊണ്ട് സ്തോത്രം. ആമേൻ. God bless you. Have a beautiful day. Get up and start working because God exalts through humiliation. God bless you. Have a nice day.